മാന്യ ശ്രോതാക്കൾക്കും ലൈറ്റ് ഇൻ ദി ഡാർക്ക്നെസ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങൾ ഇതുവരെയും കാണിച്ച എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ക്രിസ്മസ്? ഈ ചോദ്യം എന്നെ ഭരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. ആർക്കൊക്കെയാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നത്? യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഒരു ക്രിസ്മസിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഓടി വരുവാനിടയായിത്തീർന്നു. ക്രിസ്മസിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് ക്രിസ്മസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുവപ്പും പച്ചയും തിരുനിറങ്ങളാൽ അലങ്കരിച്ചും വെള്ളി, അതുപോലെ തന്നെ ഗോൾഡൻ എന്നിവ കൊണ്ടുള്ള മണികളും ഇതുപോലെ നമ്മുടെ ചുറ്റും കാണുന്ന സാധനങ്ങൾ കൊണ്ട്, വസ്തുക്കൾ കൊണ്ട്, ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ട് അലങ്കൃതമായിരിക്കും ക്രിസ്മസ് സമയത്ത്. അപ്പോൾ ഈ അലങ്കാരമാണോ ക്രിസ്മസ്? പലരും വിചാരിക്കുന്നത് ക്രിസ്മസ് എന്നാൽ ക്രിസ്തുവിൻ്റെ ജനനമെന്നാണ്. ലോകബുക്കായ എൻസൈക്ലോപീഡിയയിൽ പറയുന്നത് ക്രിസ്റ്റസ് മസി എന്ന വാക്കിൽ നിന്നാണ് ക്രിസ്മസ് എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇംഗ്ലീഷിൽ ക്രിസ്തുവിൻ്റെ മാസ് എന്നാണ് അതിനെ തർജ്ജിമ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാസ് എന്ന വാക്ക് റോമൻ കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന പദവും, എന്നാൽ പ്രൊട്ടസ്റ്റന്റുകാരായ ലൂതറൻസ്, ബാപ്റ്റിസ്റ്റ്, മെത്തഡിസ്റ്റ്, പെന്തക്കോസ്തുകാർ പരമ്പരാഗതമായി ഉപേക്ഷിച്ച വാക്കാണ് ഈ മാസ്. എന്നിരുന്നാൽ പോലും എല്ലാ ക്രിസ്തീയ സമുദായങ്ങളും ഒന്നാണെന്ന് കാണിക്കുന്ന സ്നേഹത്തിൽ ഒന്നിക്കുന്ന ദിവസമാണ് ഈ ഡിസംബർ 25 ലോക ക്രൈസ്തവ സമൂഹം മുഴുവനും ആഘോഷിക്കുന്ന ദിവസം. പൊതുവെ ഒരു പറച്ചിൽ ജനങ്ങളുടെ ഇടയിൽ ഉള്ളത്, യേശു ജനിച്ചത് ഒരു തണുപ്പുള്ള സമയത്താണ്. മതിയായ തെളിവുകൾ നിരത്തുവാൻ എനിക്കും കഴിയാത്തതിനാൽ കൃത്യമായ ഒരു ദിവസം ചൂണ്ടിക്കാണിച്ചു തരുവാൻ നിർവാഹമില്ല. എന്ന് പറഞ്ഞാലും യേശു ഈ ലോകത്തിൽ കന്യകയുടെ മകനായി ഈ ലോകത്തിൽ വന്നു എന്നുള്ളതിന് ഒരു എതിരഭിപ്രായവുമില്ല. എന്തുതന്നെയായാലും യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായ ഡിസംബർ 25 എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ കയറിക്കൂടിയത് ഇന്നും ഇന്നലെയും ഒന്നുമല്ലല്ലോ. അത് എനിക്കും നിങ്ങൾക്കും അറിവച്ച കാലം മുതലേ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതിനൊരു മാറ്റം നമുക്കാർക്കും മാറ്റം വരുത്തേണ്ടതില്ല. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കാരണം ലോകം മുഴുവനുമുള്ള ക്രൈസ്തവരും അക്രൈസ്തവരുമായ എല്ലാ ജനങ്ങളും ജാതിയും മതവും മറന്ന് സ്നേഹത്തിൽ ഒന്നിച്ച് ആഘോഷിക്കുന്ന ദിവസമല്ലോ ഈ ക്രിസ്മസ് ദിനം. വിശുദ്ധ വേദപുസ്തകവും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അത് തന്നെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഇപ്രകാരം കാണുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരുകെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരുടെ ചുറ്റും മിന്നി. അവർ പരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതല്ലേ ഇന്ന് ഈ ലോകത്തിൽ ചെയ്യുന്നത്? വാക്യം വളരെ വ്യക്തമാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം. യേശുക്രിസ്തുവിന്റെ ജനനം ഇന്ന് ആളുകൾ സകലതും മറന്ന് ആഘോഷിക്കുന്നു. പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നു. ലോകജനത മുഴുവനും മനുഷ്യരായി നന്മയുള്ളവരായി മാറുന്ന ആ അവസരമാണ് ക്രിസ്മസ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയും അതിൽ സമ്മാനങ്ങളായി കേക്കും മറ്റുമൊക്കെ കെട്ടിത്തൂക്കും. തണുപ്പത്ത് ബുദ്ധിമുട്ടായി വരുന്നവർക്ക് ഒരു സഹായവും കൈത്താങ്ങലുമാകുവാൻ അതിന് കാരണമായി തീരും. അങ്ങനെ ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ, നിറത്തിൻ്റെ വ്യത്യാസങ്ങളില്ലാതെ, ജാതി മത വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യനെ അറിയുന്ന ദിവസമാണ് ക്രിസ്മസ്. ഇന്ന് നമ്മുടെ ഓരോ ആഘോഷങ്ങളും നിറം മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ ആഘോഷങ്ങൾ ഒരു മതിൽ കെട്ടുകൊണ്ട് ഒതുങ്ങുന്നതല്ലായിരുന്നു. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണ മനോഭാവത്തോടെ, അല്ല, ഞാൻ തീരെ തെളിയിച്ചു പറഞ്ഞില്ല, പറയാം, നമ്മുടെ വീട് എന്നുള്ളത് മറ്റുള്ളവരുടെ വീടായി ഇരുന്നു. കാരണം പലരും വന്ന് ഒരുമിച്ചു കൂടി ഒരുമിച്ചൊരു ആഘോഷമായിരുന്നു അന്നത്തെ കാലയളവിൽ. എല്ലാവരും ഒരുമിച്ച് കൂട്ടായി പ്രവർത്തിച്ചു, ആഘോഷിച്ചു. ഇന്ന് ഓരോ വീട്ടിലും ക്രിസ്മസ് എത്തി എന്നറിയുന്നത്
ഓരോ വീട്ടിലും ഓരോ പടക്കങ്ങൾ പൊട്ടുമ്പോഴാണ്. ഇന്ന് ആ സമ്പ്രദായം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഡിസംബർ 1 എന്ന ദിവസം തന്നെ സ്റ്റാർ ഇടുന്ന തിരക്കിലായിരിക്കും. നാട്ടുകാർ ഒന്നിച്ചു ചേർന്ന് പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നു, ആഘോഷങ്ങൾ തുടങ്ങുന്നു. അങ്ങനെ ആ ആഘോഷങ്ങൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങൾ മനുഷ്യരിൽ നിന്ന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ തലമുറയുടെ ക്രിസ്മസ് എന്ന ആശയം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് കാർഡ് പോലും ഇപ്പോൾ മൊബൈൽ സന്ദേശത്തിലും ഇമോജിയിലുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലും നമുക്ക് സ്നേഹത്തിൻ്റെ സന്ദേശത്തെ ലോകം മുഴുവനും എത്തിക്കാം. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ ജനനം വളരെ ലഘുവായ ഒന്നായിരുന്നു. കാരണം ബൈബിൾ തരുന്ന വിവരണം, യേശുവിനെ പ്രസവിപ്പാൻ വഴിയമ്പലത്ത് സ്ഥലമില്ലായകയാൽ ശീലയിൽ പൊതിഞ്ഞ് കാലിത്തൊഴുത്തിൽ കിടത്തി. അപ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, യേശുവിൻ്റെ ജനനം സാധാരണക്കാരിൽ സാധാരണമായിരുന്നു. പക്ഷേ അവിടുന്ന് പകർന്ന സ്നേഹവും സമാധാനവും അത് ഇന്നും ഒരുപാട് ജനഹൃദയങ്ങളിൽ ആശ്വാസമാകുന്നു. അതുപോലെ തന്നെ ഈ ക്രിസ്മസ് നമുക്കും അനേകർക്ക് സ്നേഹത്തിൻ്റെ വഴി കാട്ടുന്ന അവസരമായി ഉപയോഗിക്കാം. അതിനായി എല്ലാവർക്കും പരിശ്രമിക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ആയിരിക്കട്ടെ ഈ ക്രിസ്മസ്. എല്ലാവർക്കും ഫ്രം ദി ലൈറ്റ് ഇൻ ദി ഡാർക്ക്നെസ് യൂട്യൂബ് ചാനൽ വി വിഷ് യു എ മേരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. God bless you all.